I am Advocate Sita Lakshmi. കൊള്ളാം. ലീഗൽ പ്രൊട്ടക്ഷനോടെയാണല്ലോ വരവ്. എന്താ സംശയം? ഇതുപോലൊരു ഓഫീസിൽ നിങ്ങളെപ്പോലൊരു ഓഫീസറുടെ മുമ്പിൽ നിയമപരമായ യാതൊരു സുരക്ഷയുമില്ലാതെ വരാൻ നോ. വെറുതെ ക്ഷോഭിച്ച് ബഹളം ഉണ്ടാക്കണ്ട. ഒരു സാധാരണ പൗരന് നിയമം അനുവദിക്കുന്ന മിനിമം ആനുകൂല്യമാണിത്. ഇത് ഓണർ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെൽ, ഇറ്റ് സീംസ് യു അഗ്രി വിത്ത് അസ്. എന്താ ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. കോണ്ടാക്ട് ലെൻസോ കണ്ണടയോ ഇല്ലാതെ 10 വാര അകലെ നിൽക്കുന്ന ഒരാളിനെയോ വസ്തുവിനെയോ വ്യക്തമായി കാണാൻ ജാസ്മിന് കഴിയില്ല എന്നാണ് അദ്ദേഹം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കൊലപാതകയെ ജാസ്മിന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കാൻ ഇത് മതി. ലെൻസിന്റെ പവറും മറ്റു ഡീറ്റെയിൽസും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം, ലെൻസ് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കാൻ എനിക്ക് കണ്ണടയില്ലേന്ന്. ഇത് റോസ് ഓപ്റ്റിക്കൽസിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണ്. ഞാനും മരിച്ച ജസ്റ്റിസ് മേനോനും ചേർന്ന് മിനിഞ്ഞാന്ന് എന്റെ കണ്ണട ചില്ല് മാറ്റാൻ അവിടെ കൊടുത്തു. ലെൻസിന്റെ പ്രത്യേകത കാരണം അത് ശരിയായി കിട്ടാൻ 2 ആഴ്ച സമയമെടുക്കും. ഇനി കണ്ണട ഞാൻ മനഃപൂർവ്വം കേടാക്കിയതാണ് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ, വെൽ, യു വിൽ ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം, എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഐഡന്റിറ്റി. ഇത് മദ്രാസിലും ബോംബെയിലും ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ അഡ്രസ്സസ്. പിന്നെ എന്റെ പ്രീവിയസ് എംപ്ലോയറിൽ നിന്നും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എനിക്ക് കിട്ടിയ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികൾ. ക്രിമിനൽ റെക്കോർഡുള്ള ഒരാൾക്ക് ഇത് കിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൽക്കാലം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്നലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയാതിരുന്നത് പോലീസ് മുറയുടെ മൂർച്ചയിൽ പതറിയതുകൊണ്ടല്ല, നിങ്ങളുടെ ശൗര്യത്തിന് മുമ്പിൽ വിറച്ചു പോയതുകൊണ്ടുമല്ല. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാമോ, ജസ്റ്റിസ് മേനോനെ കൊന്നിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ ആ മനുഷ്യന്റെ മുഖം കണ്ടെത്താൻ നിങ്ങളെക്കാളും ആഗ്രഹമുണ്ട് എനിക്ക്. കണ്ടെത്തിയാൽ അയാളെ വെറുതെ വിടില്ല ഞാൻ. ഏത് കോടതിയിലും അയാൾക്കെതിരെ മൊഴി നൽകാൻ ഞാനുണ്ടാവും. നൗ ഗുഡ് ബൈ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. ശരി, ഓക്കെ, ഞാൻ വരട്ടെ.